അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന തന്ത്രപരമായ സൈനിക സഖ്യത്തിലും പശ്ചിമേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിലും വലിയൊരു വഴിത്തിരിവുണ്ടാക്കുന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും ചേർന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന സംയുക്ത സൈനികാഭ്യാസങ്ങൾ ഗണ്യമായി വെട്ടിക്കുറയ്ക്കാൻ ട്രംപ് പെന്റഗണിന് ഉത്തരവിട്ടു. ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക സഖ്യത്തിന്റെ ഭാവി ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഈ പ്രഖ്യാപനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. അമേരിക്കയും ദക്ഷിണ കൊറിയയും വർഷം തോറും നടത്തിവരുന്ന പ്രമുഖ സൈനികാഭ്യാസമായ ഉൾസി ഫ്രീഡം ഫീൽഡ് ആരംഭിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു അപ്രതീക്ഷിത നീക്കമുണ്ടായത്. മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെയും ഉത്തര കൊറിയയുമായുള്ള ബന്ധത്തെയും മുൻനിർത്തിയാണ് ട്രംപിന്റെ ഈ പുതിയ തീരുമാനം. ഇത്തരം വൻകിട സൈനികാഭ്യാസങ്ങൾ സംഘടിപ്പിക്കാൻ അമേരിക്ക വൻ തുക ചെലവഴിക്കേണ്ടി വരുന്നുവെന്നും ഇത് സാമ്പത്തികമായി കനത്ത ഭാരമാണെന്നുമാണ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ നികുതിദായകരുടെ പണം മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നതിനെ എതിർക്കുന്ന ട്രംപിന്റെ പഴയ നിലപാടിന്റെ തുടർച്ചയായാണ് ഈ തീരുമാനവും വിലയിരുത്തപ്പെടുന്നത്. സാമ്പത്തിക വശത്തിന് പുറമെ മേഖലയിൽ അനാവശ്യമായ പിരിമുറുക്കം സൃഷ്ടിക്കാൻ ഇത്തരം സൈനിക പ്രകടനങ്ങൾ കാരണമാകുന്നുണ്ടെന്നും ട്രംപ് വാദിക്കുന്നുണ്ട്. ഉത്തര കൊറിയയ്ക്ക് തെറ്റായ സന്ദേശം നൽകാനും അവർ കൂടുതൽ പ്രകോപിതരാകാനും മാത്രമേ ഇത്തരം കൂട്ടായ അഭ്യാസങ്ങൾ ഉപകരിക്കൂവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ തുറന്ന നിലപാട്. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നുമായി തനിക്കുള്ള വ്യക്തിപരമായ നല്ല ബന്ധവും ട്രംപ് തന്റെ പ്രസ്താവനയിൽ പ്രത്യേകം പരാമർശിച്ചു. ഉന്നതതല നയതന്ത്ര ചർച്ചകളിലൂടെയും സൗഹൃദപരമായ സമീപനത്തിലൂടെയും മാത്രമേ കൊറിയൻ ഉപദ്വീപിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കൂവെന്ന വിശ്വാസമാണ് ഈ തീരുമാനത്തിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. സഖ്യരാഷ്ട്രമായ ദക്ഷിണ കൊറിയയോടുള്ള ട്രംപിന്റെ അതൃപ്തിയും ഈ പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഇറാന്റെ ആണവ പദ്ധതികൾക്കെതിരെ അമേരിക്ക നടത്തുന്ന അന്താരാഷ്ട്ര നീക്കങ്ങളിലും ഉപരോധ തന്ത്രങ്ങളിലും പങ്കാളികളാകാൻ ദക്ഷിണ കൊറിയ വിസമ്മതിച്ചു എന്ന കാര്യവും ട്രംപ് പരസ്യമായി വെളിപ്പെടുത്തി. ഇത് അമേരിക്കൻ ഭരണകൂടത്തിൽ ഉണ്ടാക്കിയ പ്രതിഷേധം ചെറുതല്ല. ഇറാന്റെ കാര്യത്തിൽ വാഷിംഗ്ടൺ ആവശ്യപ്പെട്ട പിന്തുണ നൽകാൻ സിയോൾ തയ്യാറാകാതിരുന്നതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. സാമ്പത്തികമായും സൈനികമായും അമേരിക്ക വലിയ പിന്തുണ നൽകുന്ന ദക്ഷിണ കൊറിയ അമേരിക്കയുടെ പ്രധാന വിദേശ നയ മുൻഗണനകളിൽ ഒപ്പം നിൽക്കാൻ മടിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന സൂചനയാണ് ട്രംപ് നൽകുന്നത്. ട്രംപിന്റെ ഈ തീരുമാനം ദക്ഷിണ കൊറിയൻ സൈനിക നേതൃത്വത്തെയും ഭരണാധികാരികളെയും വലിയ പ്രതിസന്ധിയിലാണ് ആഴ്ത്തിയത്. ഉത്തര കൊറിയയുടെ വർദ്ധിച്ചുവരുന്ന മിസൈൽ ആണവ ഭീഷണികൾക്ക് മുൻപിൽ ഭയന്ന് കഴിയുന്ന ദക്ഷിണ കൊറിയയ്ക്ക് അമേരിക്കയുടെ സൈനിക സാന്നിധ്യവും ഇത്തരം സംയുക്ത അഭ്യാസങ്ങളുമായിരുന്നു പ്രധാന പ്രതിരോധ കവചം. സൈനികാഭ്യാസങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ കരാറുകളുടെ വീരച്ചോർച്ചയ്ക്ക് കാരണമാക്കുമെന്ന ഭയം ആഗോള സുരക്ഷാ വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. ഉത്തര കൊറിയൻ അതിർത്തിയിൽ അമേരിക്ക നൽകിയിരുന്ന ശക്തമായ സൈനിക മുന്നറിയിപ്പ് ഇതോടെ ദുർബലമാക്കാൻ സാധ്യതയേറെയാണ്. മാത്രമല്ല, ട്രംപിന്റെ ഈ പുതിയ തീരുമാനം കിം ജോങ് ഉന്നിന് ലഭിച്ച വലിയൊരു നയതന്ത്ര വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. യാതൊരുവിധ വിട്ടുവീഴ്ചകളും ചെയ്യാതെ തന്നെ തങ്ങളെ നിരന്തരം ഭയപ്പെടുത്തിയിരുന്ന അമേരിക്കൻ ദക്ഷിണ കൊറിയൻ അഭ്യാസങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ ഉത്തര കൊറിയയ്ക്ക് സാധിച്ചു എന്ന വിലയിരുത്തൽ ശക്തമാണ്. അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ആണവ മിസൈൽ പരീക്ഷണങ്ങൾ നടത്താൻ ഉത്തര കൊറിയയ്ക്ക് ഇത് കൂടുതൽ പ്രചോദനമായേക്കാം. അമേരിക്ക തങ്ങളുടെ അഭ്യാസങ്ങൾ കുറയ്ക്കുമ്പോൾ ഉത്തര കൊറിയ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പെന്റഗൺ ഉദ്യോഗസ്ഥർക്കും ട്രംപിന്റെ ഈ പെട്ടെന്നുള്ള തീരുമാനത്തോട് പൂർണ്ണമായി യോജിക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പസഫിക് മേഖലയിലെ ചൈനയുടെയും റഷ്യയുടെയും സ്വാധീനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധം തണുക്കുന്നത് അമേരിക്കൻ തന്ത്രപരമായ താൽപര്യങ്ങൾക്ക് തിരിച്ചടിയായേക്കാം. പശ്ചിമേഷ്യയിൽ ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ ഏഷ്യൻ സഖ്യരാഷ്ട്രങ്ങളെ പങ്കാളികളാക്കാൻ ട്രംപ് ഭരണകൂടം വലിയ ശ്രമങ്ങൾ നടത്തിവരികയായിരുന്നു. എന്നാൽ ദക്ഷിണ കൊറിയ തങ്ങളുടെ സാമ്പത്തിക വ്യാപാര താൽപര്യങ്ങൾ മുൻനിർത്തി ഈ മുന്നണിയിൽ നിന്ന് മാറി നിന്നത് ട്രംപിന്റെ അമേരിക്കൻ മുൻഗണനാ നയങ്ങൾക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയത്. പൂർണ്ണമായും സൈനികാഭ്യാസങ്ങൾ റദ്ദാക്കിയിട്ടില്ലെങ്കിലും അതിന്റെ വ്യാപ്തിയും പങ്കെടുക്കുന്ന സൈനികരുടെ എണ്ണവും വൻതോതിൽ കുറയ്ക്കാനാണ് പെന്റഗണിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇതിലൂടെ വൻ തുക ലാഭിക്കാമെന്നും അതേസമയം നയതന്ത്ര വാതിലുകൾ തുറന്നിടാമെന്നുമാണ് വൈറ്റ് ഹൌസ് കരുതുന്നത്. എന്നാൽ അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള നിലപാട് മാറ്റം കിഴക്കൻ ഏഷ്യയിലെ മറ്റ് സഖ്യരാജ്യങ്ങളായ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലും ആശങ്ക പരത്തിയിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അമേരിക്കൻ സുരക്ഷാ കവചത്തെ എത്രത്തോളം വിശ്വസിക്കാം എന്ന ചോദ്യം ഈ രാജ്യങ്ങൾക്കിടയിൽ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്.
സുരക്ഷാ ചെലവുകൾ പൂർണ്ണമായും ദക്ഷിണ കൊറിയ തന്നെ വഹിക്കണമെന്ന നിലപാട് ട്രംപ് മുമ്പും ആവർത്തിച്ചിട്ടുള്ളതാണ്. ദക്ഷിണ കൊറിയയിൽ വിന്യസിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരുടെ ചെലവ് വഹിക്കാൻ സിയോൺ കൂടുതൽ തുക നൽകണമെന്ന ആവശ്യത്തിനു മേലുള്ള സമ്മർദ്ദം കൂട്ടാനും ഈ നീക്കം ഉപയോഗിക്കപ്പെടാം. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. സ്വന്തം താൽപര്യങ്ങൾക്ക് വഴങ്ങാത്ത സഖ്യരാഷ്ട്രങ്ങളെ സൈനികമായി ഒറ്റപ്പെടുത്തുന്ന നയം ദീർഘകാലാടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ഭൗമരാഷ്ട്രീയമായി വലിയ നഷ്ടങ്ങൾ വരുത്തിവെച്ചേക്കാം. ഇറാൻ വിഷയത്തിൽ അമേരിക്കയ്ക്ക് പിന്തുണ നൽകാതിരുന്ന ദക്ഷിണ കൊറിയൻ തീരുമാനം അവരുടെ തനതായ വിദേശ നയത്തിന്റെ ഭാഗമായിരുന്നു. മധ്യപൂർവേഷ്യൻ സംഘർഷങ്ങളിൽ നേരിട്ട് പങ്കാളികളാകുന്നത് തങ്ങളുടെ എണ്ണ ഇറക്കുമതിയെയും സാമ്പത്തിക ഭദ്രതയെയും ബാധിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു സിയോൾ. പക്ഷേ ദക്ഷിണ കൊറിയയുടെ ഈ സ്വതന്ത്ര നിലപാടിന് പെട്ടെന്ന് തന്നെ അമേരിക്ക കനത്ത തിരിച്ചടി നൽകുകയായിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കാത്ത രാജ്യങ്ങൾക്ക് സുരക്ഷാ പിന്തുണ കുറയ്ക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ട്രംപ് നൽകുന്നത്. സംയുക്ത സൈനികാഭ്യാസങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപിന്റെ ഈ പ്രഖ്യാപനം കൊറിയൻ ഉപദ്വീപിലെ സ്ഥിതിഗതികൾ കൂടുതൽ അനിശ്ചിതത്വത്തിലാക്കി. ഉത്തര കൊറിയയുടെ ഭാവി നീക്കങ്ങളും ദക്ഷിണ കൊറിയയുടെ സുരക്ഷാ നയങ്ങളിലെ മാറ്റങ്ങളും വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക അധ്യായമായി മാറും.